എപ്പോഴാ വന്നേ? വരുന്ന വഴിയാ. ഇവരൊക്കെ ആരാ? ഒരു ഏട്ടനാ, നമ്മുടെ നാട്ടുകാരനാ. എവിടെ പോവാണെങ്കിലും ഒന്നിച്ചാ പോവാറ്. അല്ല, ഇപ്പൊ എവിടെയാ പോകുന്നേ? താമസിക്കാൻ എവിടെയെങ്കിലും കോട്ടേജ് ഉണ്ടോ നോക്കാൻ പോവാ. ഞങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ താമസിക്കാം. എന്താ ഇത്ര ആലോചിക്കുന്നേ? ഞങ്ങളെ കാരണം നിനക്കെന്തിനാ ബുദ്ധിമുട്ട്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും കുഴപ്പമില്ല, വാ പോവാം. ഞാൻ പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ഇതാ, നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. ശരി. എന്നാ നിങ്ങൾ പോയി കുളിച്ച് ഫ്രഷ് ആക്ക്. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും റെഡി ആക്കാം. വാ, നമുക്ക് അകത്ത് പോകാം. വേഗം വാ, എല്ലാ സ്ഥലവും കാണാനുള്ളതാ. അത് ശരിയാ. ഇവന്മാർ ഇവിടെ എത്തിയോ? എന്താ ധർമ്മ? നിന്നെ കാണാൻ വേണ്ടിയാ വന്ന. മനസ്സിലായില്ലേ? പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. എന്താടാ, വളരെ അത്ഭുതമായിട്ടുണ്ടല്ലോ. അല്ല, എന്താ നീ പറയുന്നേ? അതെ, എപ്പോഴും ഞാൻ നിന്റെ പുറകെ വരുമ്പോ നീ അകന്നല്ലേ പോവാറുള്ളത്. ഇന്ന് എന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്താ, ഞാൻ അന്വേഷിച്ചു. നീ എപ്പോഴും വരണമെന്ന് എന്റെ ആഗ്രഹം. എന്തെങ്കിലും നീ വരുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു. എന്താടാ കാര്യം, പറ. നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം. സത്യമായിട്ടാണേ പറയുന്നത്. പിന്നെ ഞാൻ ഇതാ കള്ളാണോ പറയുന്നത്? വിശ്വസിക്കാൻ കഴിയുന്നില്ല, എങ്കിലും വിശ്വസിക്കുന്നു. ശരി, എവിടെയാ ഞാൻ വരേണ്ടത്? ഹിൽസ് വ്യൂയിൽ വന്നേക്കേ. ഓക്കെ. എന്തുവാടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നന്നായിട്ട് നോക്കി ഷൂട്ട് ചെയ്യേ. ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. മാറ ഇങ്ങനെ. കണ്ടല്ലോ, ഇതുപോലെ ഷൂട്ട് ചെയ്യണം. ഇതുപോലെ ഷോൾഡറിൽ വെക്കണം. എന്നിട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ട് എയിം ചെയ്യണം. എടാ, ഒരു കണ്ണ് അടയ്ക്ക്, എന്നിട്ട് ഒരു കണ്ണ് തുറന്നു വെച്ചോന്ന് ഷൂട്ട് ചെയ്യാം. മനസ്സിലായോ? എടാ, ഏതെങ്കിലും ഒരു ബലൂൺ എയിം ചെയ്യേ. സൂപ്പർ സൂപ്പർ. എന്താ ഇത്? എന്തോ അവന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കുന്നില്ലല്ലോ. ശരി, നമുക്ക് തന്നെ ചോദിച്ചു കളയാം. അല്ല ധർമ്മ, ഇവിടെ വരാൻ പറഞ്ഞ എന്താ? വെറുതെ. ആൺകുട്ടികൾ വെറുതെ എന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നിനക്ക് മാത്രം എന്താ, അവിടെ ഇതുപോലെ തന്നെയല്ലേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എന്തിനാ ഇത്രമാത്രം ആലോചിക്കുന്നത്? ഇല്ല, എപ്പോഴും നേരിടത്തൊന്ന് ചോദിക്കാറില്ലേ? അതിനെ കുറിച്ച് നിനക്ക് വല്ലതും ഓർമ്മയുണ്ടെന്ന് ആലോചിക്കാൻ ഞാൻ. എന്നിട്ട് ആലോചിച്ചിട്ട് എന്താ മനസ്സിലായേ? നിന്നെ പ്രേമിച്ചാലൊന്നും തോന്നുന്നു. എന്താ? അല്ല, ഇത് സ്വപ്നമാണോ ശരിയാണോന്ന് നോക്കിയതാ. ശരി, വാ, നമുക്ക് കോട്ടേജിൽ പോവാം. ശരി.
ശരി, ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്താ അത്ര ധൃതി? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഞാൻ പോയിട്ട് പിന്നെ വരട്ടെ. എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നുവാ. എനിക്ക് ജോലി ഉണ്ടല്ലോ. ശരി, നിന്റെ ജോലി നിനക്ക് ഇവിടെ ഇരുന്ന് തന്നെ നോക്കാലോ. எங்க എവിടെ പോയിട്ട് വന്നതാ? സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കാണാൻ വേണ്ടി പോയതാ. சரி അല്ല, ഭക്ഷണം சாப்பிட்டீங்களா? കഴിച്ചായിരുന്നോ? കഴിച്ചു. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ. വേറെന്തെങ്കിലും വേണോ ഇവിടെ? ചായ? ശരി, ചായ ഉണ്ടെങ്കിലോ? ശരി, നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ, ഞാൻ കൊടുത്തു വിടാം. ശരി. ഒരു മിനിറ്റ്, നിങ്ങളുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അതെയോ? ஹலோ ഹലോ பாஸ் ബോസ്. என்ன பாஸ் എല്ലാരും ഇവിടെ എന്താ ചെയ്യുന്നത്? நீங்க അല്ല, என்ன பாஸ் നീ എന്താ ഇവിടെ? நான் தேவி ഞാൻ ദേവിയുടെ ഫ്രണ്ടാ. ഓഹോ. ദേവി നമ്മളെ നേരത്തെ നിനക്കറിയോ? ഒരേ നാട്ടുകാരല്ലേ, പിന്നെ എങ്ങനെ അറിയാതിരിക്കും? ഓ, ശരി ശരി. ഒന്ന് പെട്ടെന്ന് ചായ കൊണ്ടുപോവാ. ഓ ശരി, ഞങ്ങൾ എടുത്തോളാം. പോവാ. ശരി, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കൊടുത്തു വിടാം. ഓക്കെ ഓക്കെ. ശരി എന്നാ, പിന്നെ കാണാം. ஆ ആ, എന്താ என்னக்கா? ചേച്ചി? ശരി சரிக்கா. ചേച്ചി. യെസ്, കം ഇൻ. ചേച്ചി ചായ തരാൻ പറഞ്ഞായിരുന്നു. டேய் എടാ, இனிமே നമ്മൾ நம்ம ഇവിടെ ഉള്ളത് ആപത്താ. சுத்தி എത്രയും പെട്ടെന്ന് நம்ம ഇവിടെ ஊருக்கு നമുക്ക് സ്ഥലം கிளம்பலாம். വിടാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെ അതെ അതെ. നീ എന്താ നാട്ടിൽ പോയി പല കമ്പലത്തിൽ നടക്കാൻ പോകുന്നുണ്ടോ? ഒരു 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാടാ. என்ன അതാടാ செய்வோம்? നല്ലത്. ஓகே? ഓക്കെ. ശരി. ആ, പാമ്പേടാ കഴിച്ചോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് വിശന്ന് ജീവൻ പോവാ. வேணாம் நின்று. ഞാൻ ഇവിടെ തന്നെ കിടന്നു സ്ട്രോങ് ഭയങ്കര പോയി